Hello, good evening. Welcome to 90 Plus Double Power Tuition, world's first learning assurance model tuition. This is Hizana, and I'll be one of your subject tutor in biology. Good evening, dears. Good evening, dear. I request everybody to turn on your camera. Okay. Yes, I request everybody to turn on your camera. Hi, Anne Matthew. Good evening, dear. Is my voice clear? Ma'amന്റെ voice clear ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? Okay. Others, please do turn on your camera, everybody. Daksh, Agnay, Anmaya, Karthik, Krishna. Yes. I request everybody to turn on your camera. Okay. Yeah, fine. Hiranmai, would you please turn on your camera, dear? നിങ്ങൾ കുറച്ച് പേര് ഓൺ ചെയ്യുന്നുണ്ട് പക്ഷെ മാമിന് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അനസ്, ക്യാൻ യു പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ? യെസ്, എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. മാമിന്റെ ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. മാമിന്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ബ്രേക്ക് ആവുന്നുണ്ടോ? മാമിന്റെ സ്ക്രീൻ ക്ലിയർ ആണോ? ഹിരൺമയി, മാമിന്റെ സ്ക്രീൻ ക്ലിയർ ആണോടാ? വോയിസ് ക്ലിയർ ആണോ? യെസ്, ഫൈൻ. ബട്ട് നിങ്ങള് ക്യാമറാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യോ? മില, ആൻഡ് മാത്യു, ലിയ, ഇവരുടെ എല്ലാവരുടെയും ക്യാമറ ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ചെയ്യോ? സ്റ്റിൽ മാമിന് നിങ്ങളെ ആരെയും കാണാൻ പറ്റുന്നില്ല. അത് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. ഐ കാൺ സീ എനിബഡി ഹിയർ. മാമിന്റെ നെറ്റ്വർക്ക് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല. യാ, ഓക്കെ, ഫൈൻ. എവറിബഡി പ്ലീസ് ഡു ടേൺ ഓൺ യുവർ ക്യാമറ, ഡിയേഴ്സ്. ഗുഡ് ഈവനിങ് ഐസ. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, ഓക്കെ. യെസ്, അതേഴ്സ് ക്യാമറ ഓൺ ചെയ്ത് വെക്കണേ. യെസ് മില, ഗുഡ് ഈവനിങ് ഡിയർ. Good evening, good evening, good evening, good evening. We will wait for a few minutes, then we will be starting our session. Okay, ഒരുപാട് പേരുടെ ക്യാമറ ഓഫ് ആണ്. I request everybody to turn on your camera. Yes, we have exams today. We have written exams today. നമുക്ക് ഇന്ന് written exam ഉള്ള day ആണ്. Okay, yes. Anne Matthew, I can't see you, dear. മാമിനെ കാണാൻ പറ്റുന്നുണ്ടോ ആന്? ക്യാമറ ഓൺ ആണ്, ബട്ട് മാമിന് കാണാൻ പറ്റുന്നില്ല. ബട്ട് മാമിന്റെ നെറ്റ്വർക്കും ഇവിടെ ഓക്കെ ആണ്. ഐ ഡോണ്ട് നോ വൈ ഐ കാൺറ്റ് സീ എനിബഡി. No, we will be not having an MCQ test today. എല്ലാവരുടെയും ക്യാമറ, മാമിന്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്. Mila, could you please unmute and say something, dear? Good evening. Mila. എല്ലാവരുടെയും ഓണാണ്, പക്ഷെ എന്തോ ഒരു നെറ്റ്വർക്ക് എറർ ഉണ്ടെന്ന് തോന്നുന്നു. ഇൻ ബിറ്റ്വീൻ ആരുടെയും ക്യാമറ കാണാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ചേതന, ഗുഡ് ഈവനിങ് ഡിയർ. ചേതന, ഗുഡ് ഈവനിങ്. ഇനി ഒന്ന് ചെയ്തു നോക്കേ മില. Yes, ma'am, it's working. യെസ്, ഫൈൻ. ഓക്കെ, നൗ ഐ ക്യാൻ സീ എവരിബഡി. യാ, ഫൈൻ. ഓക്കെ, ഇടയ്ക്ക് മാമിന് നിങ്ങൾക്ക് മാമിനെ കാണാം, മാമിനെ ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. Okay, fine. So this is day 3 workout session of our chapter Adolescence, a Stage of Growth and Change. അപ്പോൾ നമ്മൾ ഇന്നലെ ഓൾറെഡി നമ്മുടെ ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് വർക്കൗട്ട് സെഷനും ഉണ്ടാവും. ഒന്നുകൂടെ ചെയ്ത് നോക്കടാ ചേതന. മാം ഇപ്പം ആക്സസ് തന്നിട്ടുണ്ട്, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. Okay, ma'am. Yeah, fine, fine. Okay. So you will be having workout session based on day 3 and also we will be dealing with the written exam today. പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത് എല്ലാവരും? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എഴുതിയാലേ അറിയാൻ പറ്റുള്ളൂ. യാ, ഫൈൻ. ഓ, ഇന്ന് എഴുതണം. ഇനി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇന്ന് റിട്ടേൺ എക്സാം എഴുതണം. ദിസ് ഇസ് വെരി വെരി മാൻഡേറ്ററി. സോ ഇപ്പൊ നമുക്ക് 20 സ്റ്റുഡൻസ് ആയി അറൌണ്ട്. ലെറ്റ് ദ അതേഴ്സ് ജോയിൻ. നിങ്ങൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്തേ. Ma'am, യെസ് ഡിയർ. ma'am, എപ്പോൾ എക്സാം?
നമുക്കൊരു 7:30 വിൽ ബി സ്റ്റാർട്ടിംഗ് ദ എക്സാം ഡിയർ. Okay, ma'am. Yeah, fine. Okay. So let's get started. First of all, we will go through our concept session. Our concept session ഒന്നുകൂടെ ഒന്ന് recap പോവാം. Then we will be going to our workout session. Then we will be going to our written exam. Okay. Yes, Leona, I know you were absent yesterday. So നമുക്കൊന്ന് ക്വിക്ക് റീക്യാപ്പ് പോവാം കേട്ടോ. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊന്ന് ക്വിക്ക് റീക്യാപ്പ് പോവാം. Then we will be moving to our written exams also. Okay. So നമ്മൾ ഇന്നലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അഡോളസന്റ് സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെയാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗിൽ നമ്മൾ എന്തൊക്കെ ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? വി ഷുഡ് ഈറ്റ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ന്യൂട്രിയൻസ് ലൈക്ക് വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താലേ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് കിട്ടുള്ളൂ ഇല്ലേ? ബാലൻസ്ഡ് ഡയറ്റ് കിട്ടിയാലേ നമ്മുടെ മെന്റൽ ഇമോഷണൽ ഹെൽത്തിനെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു ഇല്ലേ? ഒരു മിനിറ്റ് സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കെ. ജോയിൻ ചെയ്യുന്നവർ ക്യാമറ ഓൺ ചെയ്ത് വെക്കണേ, മാൻഡേറ്ററി ആണ്. ഇത് നമ്മുടെ വർക്ക്ഔട്ട് സെഷൻ ആണ്. സോ ഐ റിക്വസ്റ്റ് എവറിബഡി ടു ടേൺ ഓൺ യുവർ ക്യാമറ. ഓക്കെ. അപ്പൊ നമ്മൾ അഡോളസൻസിൽ നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, ഗുഡ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വി ഷുഡ് ഹാവ് എ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ? നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സി എന്തൊക്കെ വേണം ബാലൻസ്ഡ് ഡയറ്റിൽ? വി ഷുഡ് ഹാവ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇത് കൂടാണ്ട് മിനറൽസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് അയൺ ഇല്ലേ? അയൺ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ്. വി നോ ദാറ്റ് അയൺ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ്. നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അയൺ വേണമായിരുന്നു ഇല്ലേ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ്. ഗുഡ് സോഴ്സസ് ഏതൊക്കെയാണ്? സ്പിനാച്ച്, റെസിൻസ് എക്സെട്ര. കാൽഷ്യം എന്തിനായിരുന്നു? ഫോർ ബോൺ ആൻഡ് ടീത്ത് ഹെൽത്ത്, റൈറ്റ്? ഫോർ ബോൺസ് ആൻഡ് ടീത്ത് ഹെൽത്ത്. ഇവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാൽഷ്യം വേണം. കാൽഷ്യം നമുക്ക് എവിടുന്നാ കിട്ടുക? മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഇല്ലേ? മിൽക്ക്, പനീർ, ചീസ്, ഇവിടുന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുക? കാൽഷ്യം സോഴ്സ് കിട്ടുക. വാട്ട് അബൌട്ട് പ്രോട്ടീൻ? ദാൽ, then eggs, all these are the good sources of protein, right? And vitamins and minerals we will get from fruits and veggies. So ഇതൊക്കെ ചോദിക്കാം. What is the importance of iron? What is the importance of calcium? What is the importance of protein? ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഒരുപാട് ചോദിക്കാം കേട്ടോ. സോ ഈ ഏരിയ നമ്മൾ ഇന്നലെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീൻ ടു ഇല്ലേ? ഹൈജീന്റെ കാര്യം നമ്മൾ പഠിച്ചു. ബിസൈഡ്സ് ന്യൂട്രിഷൻ, പേഴ്സണൽ ഹൈജീനും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം ഇല്ലേ? എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു അസ്, നമ്മുടെ പ്യൂബിക് പാർട്ടിലും ആംപിറ്റ്സിലും ഒക്കെ ഹെയർസ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു കീപ് ഓർ പ്രൊട്ടക്റ്റഡ് ഇല്ലേ? പ്രൊട്ടക്ട് ചെയ്യണം. എന്തിനാണ്? പൊട്ടൻഷ്യൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ. ഇന്നലത്തെ MCQൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇല്ലേ? മെയിൻറ്റെയിനിങ് ബോഡി ഹൈജീൻ, particularly in armpits and pubic region, that may protect from potential infections. For girls, maintaining proper hygiene during menstruation is essential for both comfort and health. അതുകൊണ്ടാണ് നമ്മൾ ആ ടൈമിൽ എന്ത് യൂസ് ചെയ്യേണ്ടത്? മെൻസ്ട്രൽ ഹൈജീന് വേണ്ടിയിട്ട് സാനിറ്ററി പാഡ്സോ ഇല്ലെങ്കിൽ റീയൂസബിൾ ക്ലോത്ത് പാഡ്സോ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ആൻഡ് ഓൾറെഡി മാം പറഞ്ഞതാണ് 6 hours once എന്ത് ചെയ്യണം? നമ്മൾ പാഡ് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തിരിക്കണം ഇല്ലേ? So besides nutrition, personal hygiene is also crucially important during adolescence. Maintaining body hygiene, particularly in the armpits and pubic region, may protect us from potential infections. ഇതിനു വേണ്ടിയിട്ട് especially when we talk about the girls, we know that menstrual hygiene, അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് പാഡ് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് നമ്മൾ അത് വെക്കുക, അതുപോലെ ഇത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. എങ്ങനെയാ ഡിസ്പോസ് ചെയ്യേണ്ടത്? യു ഹാവ് ടു റാപ്പ് ഇറ്റ് ഇൻ പേപ്പർ ആൻഡ് യു ഹാവ് ടു ഡിസ്പോസ് സേഫ്ലി to avoid the potential infections and pollutions too ഇല്ലേ? സോ അതിനു വേണ്ടി നമ്മൾ കുറച്ച് സ്കീംസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? അതുപോലെ തന്നെ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ അണ്ടർസ്റ്റുഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് സർട്ടൺ സ്കീംസ് ടു ബി ഇംപ്ലിമെന്റഡ് ഡ്യൂറിങ് മെൻസ്ട്രൽ ഹൈജീൻ. ആദ്യത്തേത് എന്തായിരുന്നു? MHS, മെൻസ്ട്രൽ ഹൈജീൻ സ്കീം. ഈ സ്കീമിലാണ് എന്ത് വന്നത്? സാനിറ്ററി പാഡ്സ് ആർ പ്രൊവൈഡഡ് ഫ്രീ ഓർ റെഡ്യൂസ്ഡ് ചാർജ് ഇൻ ദ അഡോളസന്റ് ഡേയ്സ് ഓഫ് റൂറൽ ഏരിയാസ്. നമുക്കല്ല, വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയാസിലുള്ള പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യാണ്? റെഡ്യൂസ്ഡ് പ്രൈസിലോ അല്ലെങ്കിൽ നമ്മുടെ വളരെ ഫ്രീ ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യാണ്? പാഡ് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മെൻസ്ട്രൽ ഹൈജീൻ സ്കീം എന്ന് പറയുന്നത്.
ഇനി ഇതെന്തായിരുന്നു രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രം വി ഹാവ് ഡിസ്കസ്ഡ് യെസ്റ്റർഡേ റൈറ്റ്. ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ അഡോളസൻസ്, ഫിസിക്കൽ, മെന്റൽ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറയാ. ഓഫ് കോഴ്സ് മെൻസ്ട്രൽ ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ. മെൻസ്ട്രൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതായത് ഇറ്റ് എയിംസ് ടു ഇംപ്രൂവ് ഓൾ ദ ഹെൽത്ത് ഓഫ് അഡോളസൻസ് ഇൻക്ലൂഡിംഗ് മെൻസ്ട്രൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇതാണ് എന്തിൽ വരിക, രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രം റൈറ്റ്. രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രം. ഇത് രണ്ടും ഒന്ന് നോക്കിക്കേ മക്കളെ, തിരിഞ്ഞു പോകാണ്ടിരിക്കാൻ. അനാമിക മോളുടെ ക്യാമറ ഓൺ ആണ്, ബട്ട് ഐ കാൺ സി യു. അനസിന്റെതും ഓക്കെ. ശബരിനാഥ് ക്യാമറ ഓഫ് ആണ്. അന്മയ, ദേവദർശൻ മോൻ ഇന്നലെ ഓൾറെഡി എക്സ്ക്യൂസ് പറഞ്ഞിരുന്നു. സെയ്തൻ, യുവർ ക്യാമറ ഇസ് ഓഫ്. ഓക്കെ, ബാക്കിയുള്ളവർ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീംസ് ആണ്. ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്കീംസ് ആണ് അല്ലെ. മെൻസ്ട്രൽ ഹൈജീൻ സ്കീമും രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രം. രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യം. ഓക്കെ, പിന്നെ നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചിരുന്നു. ഏതായിരുന്നു? സുവിധ സാനിറ്ററി നാപ്കിൻ ഇനിഷ്യേറ്റീവ് റൈറ്റ്. സുവിധ സാനിറ്ററി നാപ്കിൻ ഇനിഷ്യേറ്റീവ്. ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ലൈഡ് കാണിക്കാം കേട്ടോ. സി, സുവിധ സാനിറ്ററി നാപ്കിൻ ഇനിഷ്യേറ്റീവ്, അതിന്റെ കേസ് എന്തായിരുന്നു? ഈ ഇനിഷ്യേറ്റീവില് ബയോഡിഗ്രേഡബിൾ സാനിറ്ററി പാഡ്സ് ആണ് കൊടുക്കുക. ബയോഡിഗ്രേഡബിൾ, പ്ലാസ്റ്റിക് അല്ല, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് അഫോർഡബിൾ പ്രൈസസിൽ നമ്മുടെ അംഗൻവാടിയൊക്കെ ഇല്ലേ, അതാണ് ജന ഔഷധി കേന്ദ്രാസ് എന്ന് പറയുന്നത്. അതുവഴി എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ജന ഔഷധി കേന്ദ്രാസ് വഴിയിട്ട് എന്ത് ചെയ്യുക, ഇത് പ്രൊവൈഡ് ചെയ്യുക ഇല്ലേ. This initiative aims to improve all the menstrual hygiene products for women and adolescent girls. റൈറ്റ്, അതാണ് സുവിധ സാനിറ്ററി നാപ്കിൻ. പിന്നെ ശുചി സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇൻ കർണാടക. ഓക്കെ, ആൻഡ് ഫ്രീ സാനിറ്ററി നാപ്കിൻ സ്കീം, അതായത് എല്ലാവർക്കും ഫ്രീ ആയിട്ട്, സ്റ്റേറ്റ് ലെവൽ ഇനിഷ്യേറ്റീവ്സ് ആണ്. സ്കൂളിൽ ബേസ് ചെയ്തിട്ട് തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും നാപ്കിൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ്. കർണാടകയിൽ അതിന് പറയുന്ന പേരാണ് ശുചി സ്കീം. ഓക്കെ, ശുചി സ്കീം നമ്മൾ ഇന്നലെ പഠിച്ചതുകൊണ്ടാണ് മാം സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ് അനാമിക. കാണാടാ, അനാമികനെ കാണാം, മനസ്സിനെയും കാണാം. ഓക്കെ, ഫൈൻ. യെസ്, അപ്പം ഇത്രയുമാണ് നമ്മുടെ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്ത ഇനിഷ്യേറ്റീവ്സ്. ഓക്കെ, ഗവൺമെന്റ് നമ്മുടെ മെൻസ്ട്രൽ ഹൈജീന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിന്റെ പേരുകളാണ് പഠിച്ചത്. ഒന്നുകൂടെ നോക്കിക്കേ മക്കളെ. MSH, MHS, മെൻസ്ട്രുവൽ ഹൈജീൻ സ്കീം. സെക്കൻഡ് വൺ RKSK, രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രം. രാഷ്ട്രീയ കിഷോർ സ്വസ്ഥ കാര്യക്രം. ഓക്കെ, പിന്നെന്താ നമ്മൾ പഠിച്ചത്? പിന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇല്ലേ പഠിച്ചത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഈ അഡോളസന്റ് പീരീഡിൽ ഫേസ് ചെയ്യും. അതിൽ നിന്നൊക്കെ മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക ഇല്ലേ, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, ടു കീപ് അവർ ബോഡി, മൈൻഡ് ആൻഡ് ഹെൽത്തി, ആൻഡ് ഓൾസോ ടു ബിൽഡ് യുവർ സ്റ്റാമിന ആൻഡ് ബൂസ്റ്റ് യുവർ മൂഡ്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി തരാൻ. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എല്ലായിടത്തേക്കും ഒരേപോലെ എനർജി എത്തും. അപ്പൊ നമ്മുടെ മൂഡ് കുറച്ച് എന്തായിരിക്കും? ഹാപ്പി മൂഡായിരിക്കും ഇല്ലേ. സോ റെഗുലർ ഫിസിക്കൽ എക്സസൈസ് ഇസ് വെരി വെരി മാൻഡേറ്ററി. ഇനി പിന്നെന്താ നമ്മൾ പഠിച്ചത്? നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ പഠിച്ചു. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ. ബാലൻസ്ഡ് സോഷ്യൽ ലൈഫ്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്തുണ്ടെങ്കിലും ഒരു ട്രസ്റ്റഡ് അഡൾട്ടിനോട് നമ്മൾ ഷെയർ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്താണ് സബ്സ്റ്റൻസ് അബ്യൂസ്? ഓക്കെ, ഡ്രഗ്സ്, ഇല്ലീഗൽ ആയിട്ടുള്ള ഹാർംഫുൾ സബ്സ്റ്റൻസ് നമ്മൾ ആദ്യമേ ഒരു ക്യൂരിയോസിറ്റിക്കും എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രൈ ചെയ്യും ഇല്ലേ. പിന്നെ അത് നമുക്ക് എന്തായിട്ട് മാറും? ഓവർ ടൈം ദേ സ്റ്റാർട്ട് യൂസിങ് ദം റെഗുലർലി. ഓക്കെ, അഡിക്ഷൻ ആയിട്ട് അത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയാം. ഓക്കെ, സബ്സ്റ്റൻസ് അഡിക്ഷൻ അല്ല, സബ്സ്റ്റൻസ് അബ്യൂസ്. സം പീപ്പിൾ ഇൻക്ലൂഡിങ് യുവർ പിയേഴ്സ്, നിങ്ങളുടെ പിയേഴ്സ് ഉൾപ്പെടെ, പിയേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർ, അവരെയാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയാം. Okay, may tempt, persuade or force you to create pressure on you to consume harmful substances such as tobacco, gutka, cigarettes or BD, alcohol. ഇതൊക്കെ കഴിക്കാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തു എന്ന് വരാം. ഓക്കെ, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇല്ലീഗൽ ഡ്രഗ്സ് വരെ നിങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചു എന്ന് വരാം ഇല്ലേ. സിൻസ് adolescence is marked by curiosity and excitement, റൈറ്റ്. ക്യൂരിയോസിറ്റി ആൻഡ് എക്സൈറ്റ്മെന്റ് കാരണം
നമ്മൾ ഇത് ട്രൈ ചെയ്തെന്നും വരാം, വെറുതെ നമ്മളൊരു ടേസ്റ്റിനായിരിക്കും ആദ്യമേ ഇത് ട്രൈ ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഇറ്റ് വിൽ ബിക്കം അഡിക്റ്റീവ്, റൈറ്റ്? അത് എന്തായിട്ട് മാറും? അഡിക്റ്റീവ് ആയിട്ട് മാറും. ദിസ് മീൻസ് ദാറ്റ് വൺസ് പീപ്പിൾ സ്റ്റാർട്ട് കൺസ്യൂമിങ് ദം, they develop a strong urge to take them again and again. Over time, they start using them regularly. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ളൂ, ഇല്ലേ? ഇനി മാം ഓൾറെഡി പറഞ്ഞതു ഡേ 1 തൊട്ട് പഠിച്ച കാര്യങ്ങൾ പഠിച്ചിട്ട് വരണ്ട, നമുക്ക് ഇന്ന് റിട്ടേൺ എക്സാം ഉണ്ടല്ലേ. ആദ്യം എന്താ പഠിച്ചത്? പ്രൈമറി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, പിന്നെ നമ്മൾ അഡോളസൻസ് ആൻഡ് പ്യൂബർട്ടി, വാട്ട് ആർ ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഇൻ ഗേൾസ്, what are the secondary sexual characters in boys, what is menstruation, what is the importance of reproductive health. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. മാം ഒരു ക്യുക്ക് 3 minutes ടൈം തരാം, പെട്ടെന്നൊന്ന് റീക്യാപ്പ് എടുത്തേ, പഠിച്ച കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് റീക്യാപ്പ് എടുത്തേ, എന്നിട്ട് നമുക്ക് വർക്ക്ഔട്ട് സെഷനിലേക്ക് പോവാം ഇന്നത്തെ. ഓക്കെ, ഇന്നത്തെ വർക്ക്ഔട്ട് സെഷനിലേക്ക് പോവാം. മാം നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് നോക്കിക്കോട്ടെ. സ്ലൈഡ് ഒന്ന് കാണിക്കോ? ഞാനിവിടെ ബാലൻസ്ഡ് ഡയറ്റിന്റെ ആണോ? ഏത് സ്ലൈഡാണ്? എനിക്ക് ഇപ്പം കാണിച്ച എല്ലാ സ്ലൈഡും വേണം. ഞാൻ കുറച്ചു നേരം നെറ്റ് ഇഷ്യൂ കാരണം പോയായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? ഞാൻ ലിയോണ് ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, ഫൈൻ ഫൈൻ. യെസ്, ബാലൻസ്ഡ് ഡയറ്റിന്റെ സ്ലൈഡ് നോക്കിക്കോളൂ. ഓക്കെ, 3 minutes പെട്ടെന്ന് റീക്യാപ്പ് എടുക്കണേ. നമ്മൾ ഇതുവരെ ഡേ 1, ഡേ 2, ഡേ 3 നമ്മൾ പഠിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് റീക്യാപ്പ് എടുക്കണം. എന്നിട്ട് മാം നമുക്ക് ഇതുവരെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി വിൽ ബി ഗോയിങ് ടു റിട്ടൺ എക്സാം. മാം ഇൻ ബിറ്റ്വീൻ ഒരു 7:20 ഒക്കെ ആകുമ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തിട്ട് 7:20 to 7:25 to 27 മാം നിങ്ങൾക്ക് പഠിക്കാൻ ടൈം തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാം അടച്ചു വെച്ചിട്ട് പ്രോപ്പർ എക്സാം എഴുതുന്ന പോലെ വി ഹാവ് ടു റൈറ്റ് ദ റിട്ടൺ എക്സാം. യാ, ഓക്കെ. സ്കീംസിനെ കുറിച്ച് എക്സാമിന് വരുമോ? എന്താണ്? ഈ സ്കീംസിനെ കുറിച്ച് എക്സാമിന് വരുമോ? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടതല്ലേ, അപ്പൊ മേ ബി വരാം, വരാതിരിക്കാം. നമുക്കറിയില്ലല്ലോ എക്സാംസിന് എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ എക്സാംസിന് ഒന്ന് വരാം. ഓക്കെ, ഓൾറെഡി ഇത് പഠിച്ചവര് ഡേ 1 തൊട്ടുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡോളസൻസ് ആൻഡ് പ്യൂബർട്ടി, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, വാട്ട് ഇസ് മെൻസ്ട്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റീക്യാപ്പ് എടുത്തേ. ഇപ്പം കാണിച്ച സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കോ? കാണിക്കാമേ. ഓക്കെ അല്ലേ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പോയിന്റ്സ് ആണ്. ഓക്കെ, ഒരു മിനിറ്റ് മാം ഒന്ന് ചെക്ക് ചെയ്തോട്ടെ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ മാം, ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യും. എവ്രിബഡി നീഡ് ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. തനിയെ ആലോചിച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതണം. ആൻഡ് ഐ വിൽ ഷോ യു ദ ആൻസേഴ്സ് റാൻഡംലി. ഐ വിൽ ബി ആസ്കിംഗ് ടു ക്വസ്റ്റ്യൻസ് ടു എവ്രിബഡി. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും തനിയെ ഒന്ന് റെഫർ ചെയ്യേണ്ട, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് എഴുതി, എന്നിട്ട് മാം ആൻസേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, സോ ഐ വാണ്ട് എവ്രിബഡി ടു ടേക്ക് എ നോട്ട്ബുക്ക്. നമ്മൾ നോർമൽ നമ്മുടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്ക് എടുത്ത് കയ്യിൽ വെച്ചോളൂ. മാം ഇതാണ് ക്വസ്റ്റ്യൻസ് ഡിസ്പ്ലേ ചെയ്യും. എവ്രിബഡി നീഡ് ടു റൈറ്റ്. നിങ്ങൾക്ക് അറിയാമോ അറിയില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എവ്രിബഡി നീഡ് ടു റൈറ്റ്. ഓക്കെ, ഹിയർ ഇസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എഴുതണ്ട, ഇത് നമ്മുടെ MCQs അല്ലേ. ദ റൈറ്റ് മീൽ ഫോർ അഡോളസൻസ് കൺസിസ്റ്റ് ഓഫ്. ആരും പറയണ്ട ആൻസേഴ്സ്, മാം ചോദിക്കുന്നവർ മാത്രം പറഞ്ഞാൽ മതി. ചേതന ക്ലാസ്സിലുണ്ടോ? ചേതന, യെസ് ചേതന, വാട്ട് ഇസ് ദ ആൻസർ ഡിയർ? Chapati, dal, and vegetables. Why ചേതന? Because we have to include a balanced diet, such as vitamins, calcium, vitamins, calcium. What about chapati? Chapati contain? Sorry. Chapati contain carbohydrate. Dal contain? Dal. Dal contains Protein. Okay, yes, very good dear. See, chapati, dal and vegetables are the right answer. Yes, very good. Very good. Okay, my next question. Afrin class-lundo? Afrin Maria class-lundo? Okay. Yes. Ishani, could you please raise your hand? Ishani class-lundo? Okay. Agnay, could you please raise your hand here? Agnay. Yes, Agnay, can you please read the question? Which of the following is not a change seen during adolescence? ഏതാണ് correct? Formation of bones. Very good dear. Formation of bones. Growth of armpits correct ആണ്. അതുപോലെ growth of hair in armpits correct ആണ്. Development of reproductive organs correct ആണ്. Increase in height correct ആണ്. And formation of bones is not a character. Okay, ബാക്കി എല്ലാവരും ഹാൻഡ് ഡൗൺ ചെയ്തോ? ഹാൻഡ് ഡൗൺ ചെയ്തോ? മാം വിളിക്കുന്നവർ മാത്രം ഹാൻഡ്സ് അപ്പ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. മിലക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുകൊണ്ടാണോ ഹാൻഡ്സ് അപ്പ് ചെയ്തിരിക്കുന്നത്? യെസ്, യു മേ. Ma'am, but formation of bones happens all the time, right? Like ഫോർമേഷൻ ഓഫ് അഡോളസൻസിന്റെ മാത്രം ക്യാരക്ടർ. ഫോർമേഷൻ നോട്ട് ഡെവലപ്മെന്റ്. ബോൺസ് ആദ്യം ഉണ്ടാവുന്നത് അഡോളസൻസിലല്ല, അത് നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ ഉണ്ടായി തുടങ്ങും. okay. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് എ ചേഞ്ച്. ഇപ്പൊ ഡെവലപ്മെന്റ് പറയുകയാണെങ്കിൽ അത് എല്ലാ ടൈമിലും നടക്കും. യെസ് കാർത്തിക്. കേൾക്കുന്നില്ല കാർത്തിക്. ഹലോ. യെസ് യു മേ, പറഞ്ഞോളൂ. മാം, ഇത് എഴുതുന്ന ഭാഗം വരുമ്പോ ഒന്ന് പറയണേ. പറയാം. ഇതൊക്കെ MCQs അല്ലേ, നമ്മളിത് നോട്ട് ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതണേ. വാട്ട് ഇസ് ദ ടേം യൂസ്ഡ് ഫോർ ദ കെമിക്കൽ സെക്രീഷൻസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി? നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ ചില കെമിക്കൽ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും, അത് നമ്മുടെ ബോഡിയിൽ കൊണ്ടാവുന്ന ചേഞ്ചസിന് കാരണമാവും. അതെന്താണ്? ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി. അഫീഫ് ക്ലാസ്സിലുണ്ടോ? അഫീഫ് ആബ്സെന്റ് ആണ്. ഓക്കെ, സെയ്ദൻ എസ്, ക്യാൻ യു പ്ലീസ് റേസ് യുവർ ഹാൻഡ് ഹിയർ? സെയ്ദൻ. കാർത്തിക് മോനെ ചെയ്തോളൂ, ഹാൻഡ്സ് ഡൗൺ ചെയ്തു. ഓക്കെ, സെയ്ദൻ, ആർ യു ദേർ? Seidan, are you there? Okay. Coming to Anamika. Yes. What is the answer to this question, dear? അതെന്താണ്? ആ കെമിക്കൽ സെക്രീഷന്റെ പേരെന്താണ്? അറിയോ ആലോചിച്ചിട്ട് മതിയോ? ഓക്കെ. യെസ്, എസ് ക്ലാസ്സിലുണ്ടോ?
എസ്സാ Karthik Krishna, what is the answer, dear? Karthik. കേൾക്കുന്നില്ല. ഹലോ ഹലോ കേക്കാം. ഇപ്പൊ പറഞ്ഞോ. ആ കെമിക്കൽ സെക്രീഷൻ, നമ്മുടെ ബോഡി സെക്രീറ്റ് ചെയ്യുന്ന ചില കെമിക്കൽ സെക്രീഷന്റെ പേരെന്താ? നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഒക്കെ വരുന്നതിന്റെ കാര്യം എന്താ? എന്താണ്? ഹോർമോൺസ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ഡിയർ. ഹോർമോൺസ് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? ഹോർമോൺസ് ആണത്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇനി നോക്കിക്കേ, ഹോർമോൺസ് ആർ കെമിക്കൽ സെക്രീഷൻസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് കാരണമാണ് അത് വരിക അല്ലേ? ഹോർമോൺസ്. സോ വാട്ട് ആർ ഹോർമോൺസ്? ഹോർമോൺസ് ആർ കെമിക്കൽ സെക്രീഷൻസ്. ഹോർമോൺസ് ആർ കെമിക്കൽ, ഇങ്ങനെ തന്നെ പഠിക്കണേ. ഹോർമോൺസ് ആർ കെമിക്കൽ സെക്രീഷൻസ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നതിന്റെ വൺ ഓഫ് ദി റീസൺ ആരാണ്? ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവ്രിബഡി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ, അതുകൊണ്ട് പഠിച്ചോണേ. ദാറ്റ് ഇസ് ഹോർമോൺസ്. ഓക്കെ, യെസ്. ഹോർമോൺസിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെയായിട്ട് നമുക്കൊരു ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് എന്നാ പറയാം. ഓക്കെ, ഹിയർ ഇവിടെ നമുക്ക് തൈറോയിഡ് ചിലർക്ക് കൂടുതലാണ് കുറവാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സി, ഇവിടെ നമുക്കൊരു പെർട്ടിക്കുലർ ഗ്ലാൻഡ് ഉണ്ട്. ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിൻ. അങ്ങനെ ഓരോ ചില പ്രത്യേക ഓർഗൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, അവരാണ് ഈ ഡിഫറെന്റ്. എല്ലാ ഹോർമോൺസും സെയിം അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് മെൻസ്ട്രേഷൻ നടക്കുമ്പോൾ ഒരു ഹോർമോൺസ് റിലീസ് ആവും. ബോയ്സിന് ടെസ്റ്റിസിൽ നിന്നും സ്പേം പ്രൊഡ്യൂസ് ആകുമ്പോൾ ഒരു ഹോർമോൺസ് റിലീസ് ആവും. ഓരോ ഫംഗ്ഷനും ഓരോ ഹോർമോൺസ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ റിലീസ് ആവാം. യെസ് ധ്യാൻ. ഗോയിറ്റർ. ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയാം. നിങ്ങൾ 6th പഠിച്ചിട്ടുണ്ട്. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ സ്വെല്ല് ചെയ്ത് വരുമ്പോ ആ പെർട്ടിക്കുലർ ഡിസീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗോയിറ്റർ. എന്തിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഗോയിറ്റർ വരുന്നത്? നമ്മുടെ ബോഡിയിൽ ഏത് ന്യൂട്രിയന്റ് കുറയുമ്പോഴാ ഗോയിറ്റർ വരിക? എന്താണ്? അയൺ അല്ല, അയൺ അല്ല, അയഡിൻ. അയോഡിൻ. യെസ്, വെരി ഗുഡ് ഡിയർ. അയോഡിൻ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യന്റ് ആവുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഇങ്ങനെ വീങ്ങാൻ തുടങ്ങും. അങ്ങനെ വീങ്ങിയിട്ടാണ് നമുക്ക് ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണേ. യെസ്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി, നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ. നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ ലെസ് ഓർ നോ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ ബൈ തൈറോയിഡ്. തൈറോയിഡ് തൈറോക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാണ്ട് വരുമ്പോ ഉണ്ടാവുന്ന ഡിസീസിന്റെ പേരെന്താണ്? എന്തായിരുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞതാ? ഹിരൺമയി പറഞ്ഞോ, എന്തായിരുന്നു മോളെ ഡിസീസിന്റെ പേര്? നമ്മൾ ഇപ്പൊ പറഞ്ഞ ഡിസീസ്. യെസ് മില, വെരി ഗുഡ്. മാഹിൻ, യു വർ there in the previous class dear? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? No, ma'am. Okay, could you please turn on your camera first? കഴിഞ്ഞ ക്ലാസ്സിലും ക്യാമറ ഓൺ അല്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ റെസ്പോൺസ് ഇല്ലായിരുന്നു. കുഡ് യു പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ? യാ, ആൻഡ് ദ ക്യാമറ ഷുഡ് ബി ടേൺ ഓൺ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്തിനാ ഹാൻഡ് റൈസ് ചെയ്തേ? ആൻസർ അറിയാം. ആൻസർ പറഞ്ഞോ. തൈറോയ്ഡ് മറ്റേ ഗോയിറ്റർ. ഗോയിറ്റർ. യെസ്, വെരി ഗുഡ്. ഗോയിറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. യെസ് ഡിയർ. മാം നെറ്റ് പോയതാ. ഓക്കെ, ഫൈൻ. ഗോയിറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഹൈപ്പർ തൈറോയിഡ്, ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഗോയിറ്റർ എന്നാ പറയാ കേട്ടോ. ഗോയിറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് വേണമെങ്കിൽ മക്കൾ നോട്ട് ചെയ്തോ. enlargement of thyroid gland due to the deficiency of iodine. Okay, thyroid gland produce ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. Enlargement of
thyroid gland due to the deficiency of iodine is what we call it as goiter. And thyroid gland secrete ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് തൈറോക്സിൻ. ടീച്ചർ ഏത് ഡിസീസ് അല്ലേ? എന്താണ്? ഡിസീസ് അല്ലേ ഇത്? യെസ്, ഗോയിറ്റർ ഇസ് എ ഡിസീസ്. ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഗോയിറ്റർ. അയോഡിൻ കുറയുമ്പോൾ അയോഡിൻ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി ഡിസീസ്. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എ പാത്ത് ടു ഹെൽത്തി ബോഡിയിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഹൗ ക്യാൻ വി കീപ് അവർ ബോഡീസ് ഹെൽത്തി? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസേഴ്സ് എഴുതണം. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യും? എഴുതിക്കോ. ഹൗ ക്യാൻ വി കീപ് അവർ ബോഡീസ് ഹെൽത്തി? എവ്രിബഡി റൈറ്റ് ഇറ്റ് ഓൺ യുവർ ഓൺ. ഞാൻ ചോദിക്കുന്നവർ ആൻസേഴ്സ് പറഞ്ഞാൽ മതി. ഇപ്പൊ എഴുതിക്കോ. Ma'am, യെസ്. sentence, we want to write in sentence or point wise. കേൾക്കുന്നില്ല, ഉറക്കെ പറയാമോ? We want to write in sentences or point wise. It's up to you, dear. I prefer you to write in points. Okay. നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സ് വേണേ നമുക്ക് ആൻസേഴ്സ് ആയിട്ട് എഴുതാൻ. Ishani, am I audible, Ishani? Yes, ma'am. Yes, okay, fine. Fine. I request you to turn on your camera, Ishani. Okay. Niranjay. Niranjay, are you there? Yes, ma'am. Yes, why the camera is off? Okay, you should turn on your camera. Wait a second. മോനെ നോട്ട്ബുക്കിലേക്ക് എഴുതണേ. കറക്റ്റ് ആണ്. നോട്ട്ബുക്കിലേക്ക് എഴുതണമെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻസ് കാണുള്ളൂ. യാ, ഓക്കെ. യെസ്. Leah, any one point here? Leah, Tess. We can keep our body healthy by eating healthy foods, maintaining a balanced diet. Yes, very good. We can keep our body healthy by keeping a balanced diet. Yes, very good, Leah. Okay, next coming to Anne. Anne, any other point here? Ma'am, we have to sleep 8 to 10 hours. Yes, very good. We have exercise daily. Drink plenty of water, like Water. 6 to 8 glasses of water. Yes, very good. Then, Yeah, okay. So when the points ഒന്ന് നോക്കിക്കേ. First of all, you have to keep a balanced diet. അല്ലേ, നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. ഇവിടെ നമുക്ക് വന്ന പോയിന്റ്സ് ഒക്കെ എഴുതാം. ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. Then good sleep, good enough sleep, right? Then we have discussed about daily exercise. Then adequate water intake. ഇനി അഡോളസൻ ടൈമിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞേ. മാം ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്. അഡോളസൻ ടൈമിൽ എങ്ങനെയാണ് നമ്മളത് പ്രോപ്പർ ആയിട്ട് ബാലൻസ് ചെയ്യേണ്ടതെന്നുള്ളത് മാം ചോദിക്കാം. നെയിം ഒന്ന് എടുത്തോട്ടെ. Yes, Mila, any other point related to adolescent hygiene? Adolescent hygiene. Not to take harmful substances like addictive drugs. Yes, very good. Not to take harmful substances like addictive drugs. Avoid taking substances. നമ്മൾ അതിനെ together substances എന്നാ പറയാ. Okay, yes, very good, Mila. Then Nihara, are you there? Nihara, are you there, dear? Okay.
കമ്മിങ് ടു സമാൻ ആബ്സെന്റ് അല്ലേ? സമാൻ ആബ്സെന്റ് ആണെന്ന് തോന്നുന്നു. എയ്സ. എയ്സ. Yes, Asa. Any other point related to adolescence hygiene or adolescence health? For girls, You can say about girls too. Yes. during menstruation, changing sanitary pads regularly. Very good. അതായത് നമ്മൾ സാനിറ്ററി പാഡ്സ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക ഇല്ലേ? അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് പറയാം? സി, വി ക്യാൻ കീപ് അവർ ബോഡി ഹെൽത്തി ബൈ ഡൂയിങ് റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഈറ്റിംഗ് ഗുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇനിയും എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം ഇല്ലേ? സോ നമുക്ക് ഇവിടെ എന്താ ആഡ് ചെയ്യാം? മെൻസ്ട്രൽ ഹൈജീൻ. മെൻസ്ട്രൽ ഹൈജീൻ. ഓക്കെ. ആൻഡ് പേഴ്സണൽ ഹൈജീൻ. എഴുതിയെടുക്കണം. ഓക്കെ, ഇതാണ് മെൻസ്ട്രൽ ഹൈജീൻ. ഒരു മിനിറ്റ്. ഇതൊക്കെ തനിയെ നമ്മൾ എഴുതേണ്ട പോയിന്റ്സ് ആണ്. തനിയെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എഴുതേണ്ട പോയിന്റ്സ് ആണ്. ബാലൻസ്ഡ് ഡയറ്റ്, ഗുഡ് സ്ലീപ്പ്, ഡെയിലി എക്സസൈസ്, adequate water intake, avoid taking harmful substances, menstrual hygiene, personal hygiene and so on. ഓക്കെ, ഇനി വരുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. Now, what do you understand about a balanced diet? എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിക്കേ. What do you understand about a balanced diet? What do you understand about a balanced diet? ശ്രാവൺ പ്രസന്റ് ആണോ ക്ലാസ്സില്? ശ്രാവൺ. ശ്രവ്യ പ്രസന്റ് ആണോ? ശ്രവ്യ പ്രസന്റ് ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ശ്രവ്യ. സൗരവ് കൃഷ്ണ. Present ആണ്. Yes, could you please raise your hand here? ഇതില് റൈസ് ചെയ്യണേ. Yes, സൗരവ്. What do you understand about balanced diet, dear? Balanced diet is a diet that food contains carbohydrates, vitamins, minerals, fats, etc. Yes, very good. Carbohydrates are the balanced diet is a type of food we eat which includes the carbohydrate, protein, fat, vitamins and minerals. Yes. Okay, so that is what we known as the the balanced diet. See, the food containing proteins, carbohydrates, fats, we have to include proteins here too. Okay, ഇവിടെ നമ്മൾ ഫാറ്റ്, പ്രോട്ടീൻ, അതുപോലെ മിനറൽസ് ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. പ്രോട്ടീൻസ്, മിനറൽസ് ഇവരെല്ലാരും അടങ്ങുന്നത് ഇനി റെക്വസിറ്റ് പ്രപ്പോർഷൻ അല്ലാണ്ട് ഒന്നും കൂടിയും കുറവും അല്ല. എല്ലാം അഡിക്വേറ്റ് എമൗണ്ടിൽ നമ്മൾ കഴിക്കുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയാ? ബാലൻസ്ഡ് ഡയറ്റ്. Okay, we call it as balanced diet. Then ആരെ ക്ലാസ്സിലുള്ള നോക്കട്ടെ. വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, നൗ വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ ഹൈജീൻ? നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോ, മാം ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ പേഴ്സണൽ ഹൈജീൻ? നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ, മാം ചോദിക്കാം. യെസ്, വെരി ഗുഡ് ശബരിനാഥ്. What do you mean by personal hygiene? തനിയെ എഴുതണേ. Do not refer anything. Try to write it by your own. Very good, Anne.
ആൻഡ് മോൾ എഴുതിയതൊന്ന് ഉറക്കെ വായിച്ചേ. We should the personal hygiene means keeping our body clean throughout the day through good habits like കീപ്പിംഗ് ആർ brushing our ബോഡി teeth, യെസ് like ക്ലീൻ brushing our ബ്രഷിംഗ്. teeth daily, taking baths വെരി daily. ഗുഡ്. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നമ്മൾ മെൻസ്ട്രൽ ഹൈജീൻ, നമ്മളിപ്പോൾ അഡോളസൻസ് ആയതുകൊണ്ട് തന്നെ മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ മാം, ഇവിടെ ഒരു ഇത് കാണിക്കാം. പേഴ്സണൽ ഹൈജീൻ മീൻസ് കീപ്പിംഗ് അവർ ബോഡി ക്ലീൻ ബൈ ബാത്തിങ് ഡെയിലി, വാഷിംഗ് ഹാൻഡ്സ്, ബ്രഷിംഗ് ടീത്ത് ആൻഡ് വെയറിംഗ് ക്ലീൻ ക്ലോത്ത്സ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻസ്ട്രൽ ഹൈജീൻ പാഡിൻ്റെതും പാഡ് ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, പേഴ്സണൽ ഹൈജീൻ മീൻസ് കീപ്പിംഗ് അവർ ബോഡി ക്ലീൻ. യെസ് അന്മയ? മാം ഈ മെൻസ്ട്രേഷന്റെ മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടുമോ നമുക്ക്? ഇല്ലടാ, നമുക്ക് പേഴ്സണൽ ഹൈജീന്റെ കാര്യം മൊത്തം ചോദിച്ചിട്ടില്ലേ, അപ്പൊ നമ്മൾ ഒരുപാട് പോയിന്റ്സ് എഴുതണം. നമുക്ക് മെൻസ്ട്രൽ ഹൈജീൻ മാത്രമല്ലല്ലോ, പേഴ്സണൽ ഹൈജീൻ ഇല്ലേ, ഡെയിലി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, ബാത്തിങ് ഡെയിലി, ബ്രഷിംഗ് യുവർ ടീത്ത്, വാഷിംഗ് ഹാൻഡ്സ്, വെയറിംഗ് ക്ലീൻ ക്ലോത്ത്സ് ഇല്ലേ, ഇതെല്ലാം നമ്മുടെ. അതുപോലെ ഇത് മാത്രമല്ല പേഴ്സണൽ ഹൈജീൻ, നമ്മൾ നമ്മുടെ സ്റ്റഡി ടേബിള്, നമ്മൾ കിടക്കുന്ന സ്ഥലം, നമ്മൾ യൂസ് ചെയ്യുന്ന തിങ്സ്, ഇതെല്ലാം ക്ലീൻ ആക്കി വെക്കാം. ഓക്കെ, ഇതെല്ലാം എന്തിൽ വരും? പേഴ്സണൽ ഹൈജീനിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, then what is the function of iron? Name some iron rich food items. തനിയെ എഴുതിക്കോ. What is the function of iron? മാം ഒരുപാട് വട്ടം പറഞ്ഞു അയണിന്റെ ഫംഗ്ഷൻ എന്താന്നുള്ളത്. What is the function of iron? Name some iron rich food items. Yes, Saurav, പറഞ്ഞോളൂ. Answer. Yes, you. Iron help our body to form blood cells. Very good. What are the good sources of iron? Spinach. Spinach. That much only I wrote. Spinach, raisins, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. So iron is very important for the formation of hemoglobin in blood. അങ്ങനെ പറയണം. Formation of hemoglobin in blood that will carries oxygen to all parts of the body. ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ, അതുകൊണ്ട് തന്നെ അനീമിയ വരുന്നവർക്ക്, അയൺ കുറവാകുമ്പോൾ വരുന്ന അസുഖമാണ് അനീമിയ ഇല്ലേ. അയൺ ഡെഫിഷ്യന്റ് ആവുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ഡിസീസ് ആണ് അനീമിയ ഇല്ലേ. സോ അയൺ ഹെൽപ്സ് ഇൻ ദ formation of hemoglobin, which is a pigment. അത് നമുക്ക് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന ആളാണ് ഹീമോഗ്ലോബിൻ ഇല്ലേ. ഇൻ ദ ബ്ലഡ് which carries oxygen to all parts of the body. നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ഇവരാ. അതുകൊണ്ടാണ് ഈ അനീമിയ ഉള്ളവർക്ക് ശ്വാസം മുട്ട് വരുന്നത്. ഓക്കെ, ഓക്സിജൻ എല്ലാ ബോഡി പാർട്സിലേക്കും എത്തില്ല. സോ അയൺ ഹെൽപ്സ് ഇൻ ദ formation of hemoglobin in the blood which carries oxygen to all parts of the body. എന്തൊക്കെയുണ്ട്? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ജാഗറി, മീറ്റ്, റേസൻസ്. അനീമിയ ഡിസീസ് ആണ് കേട്ടോ. ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ കോസസ് അനീമിയ. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ മൈൻഡ്ഫുൾ ഈറ്റിംഗിൽ. ഡെഫിഷ്യൻസി ഓഫ് അയൺ കോസസ് അനീമിയ. അതുകൊണ്ടാണ് അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരുന്നത്. കാരണം എന്താ? ഇങ്ങനെ തന്നെ പഠിച്ച മക്കളെ, അയൺ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. സ്പെല്ലിംഗ് തെറ്റിക്കല്ലേ. ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് which carries oxygen to all parts of our body. Green leafy vegetables, jaggery, meat. നമ്മുടെ ബോഡിയിൽ അയണിന്റെ കണ്ടന്റ് കുറയുമ്പോൾ, അയൺ റിച്ച് ഫുഡ് കഴിക്കാത്തപ്പോ നമുക്കൊരു നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വുമന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, മെൻസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വുമന്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ, ഇത്ര മില്ലി ലിറ്റർ ഓഫ് ബ്ലഡിന് 14 mg വേണം.
ഓക്കെ 14 വേണം. അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ആർ ബോഡി ഡസ് നോട്ട് ഹാവ് ഇനഫ് അയൺ. അയൺ ഇല്ലാന്നാ മീനിങ്. നമ്മൾ മന്ത്ലി ബ്ലീഡ് ചെയ്യുന്നവരാണ്. ഓക്കെ യെസ്. സോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ജാഗറി, മീറ്റ്, സിട്രസ് ഫ്രൂട്ട്സ് ഇതൊക്കെ ധാരാളം കഴിച്ചാലേ നമുക്ക് അയൺ നമ്മുടെ ബോഡിയിൽ കൂടുള്ളൂ. ദെയർ ബൈ വി വിൽ റെഡ്യൂസ് ചാൻസ് ഓഫ് അനീമിയ. ഓക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി ലീല always eat only dal and rice in every meal. She often fall ill and has become prone to disease. Can you suggest changes in her diet which make her healthy and free from disease? Anybody? എല്ലാവരും എഴുതിക്കേ. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് തന്നെ എഴുതണം ആൻസർ. ഓക്കെ നമ്മളോട് 2 മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് ലീലനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അത് എങ്ങനെ പ്രസന്റ് ചെയ്യും? എഴുതിക്കേ. ഞാൻ വന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കാം. വേദിക ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മോളെ? വേദിക ഇല്ല. ഓക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് ഫൈൻ. What does dal contain? ദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പിനെയാണ് ദാൽ എന്ന് പറയാ. പരിപ്പ് കണ്ടെയ്ൻ പ്രോട്ടീൻ. അനസ്, ഹാദിയ, അന്മയ, ഏഞ്ചൽ, എൽസ, മാഹിൻ. ക്യാമറാസ് ആർ ഓഫ്. യാ ഓക്കെ. യെസ് ധ്യാൻ പറഞ്ഞ മോനെ എന്താണ് പ്രശ്നം ഇവിടെ? ലീലയുടെ ഡയറ്റിലുള്ള പ്രശ്നം എന്താ? കേൾക്കുന്നില്ല ധ്യാൻ. ഹലോ ഹലോ കേക്കാം പറഞ്ഞോളൂ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയൂ. ലീല ഫുഡിൽ എപ്പോഴും റൈസും ദാലും മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി എപ്പോഴും ഇങ്ങനെ ഫോളിൻ ഇല്ല ആവുന്നുണ്ട്. പെട്ടെന്ന് ഡിസീസസ് വരുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും 2 സജഷൻസ് പറയാൻ ആ കുട്ടിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ. റൈസും ദാലും മാത്രം കഴിച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമോ? നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കണം? പ്രോട്ടീൻസ് ദാലിലുണ്ട്, കാർബോഹൈഡ്രേറ്റ് റൈസിലും ഉണ്ട്. അത് 2 കുട്ടി കഴിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെയും ഡിസീസ് വരുന്നേ? എന്തില്ലാത്തത് കൊണ്ടാ ഡിസീസ് വരുന്നേ? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലേ? സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ എപ്പം ഏത് ഫുഡ് കഴിച്ചാലും ഈ കോംപ്ലക്സ് ഫുഡിന്റെ കൂടെ നമ്മൾ എന്തും കഴിക്കണം. നമ്മള് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം അല്ലേ? ബാലൻസ്ഡ് ഡയറ്റ് ഇൻക്ലൂഡ്സ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, carbohydrate, fat and vitamins to stay healthy. Lila's diet is not a balanced diet as she take only proteins and carbohydrate. അതുകൊണ്ട് ഇത് ബാലൻസ്ഡ് അല്ല. She should include vitamins and minerals in her meal to protect her from various diseases. She should take milk, fruits, nuts, cereals, pulses and iron-rich contains such as leafy vegetables, jaggery, meat, citrus fruits, etc. നോട്ട് ചെയ്തോ? എന്തെങ്കിലും പോയിന്റ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. ടീച്ചർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. അതുകൊണ്ടാണോ മുത്തശ്ശന്മാരൊക്കെ വിറ്റാമിൻസിന്റെ ഗുളികയൊക്കെ കഴിക്കുന്നത്? അതെടാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലർക്ക് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ചെക്ക് ചെയ്താലും നമുക്ക് അഡിക്വേറ്റ് വൈറ്റമിൻസ് ഉണ്ട്. നമുക്ക് ചില സമയത്ത് വെൻ ഇറ്റ് കംസ് ടു ഓൾഡ് പീപ്പിൾ അവർക്കെന്ന് വെച്ചാല് ചില ഫുഡ് അവർക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നേ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റില്ല. ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റാത്ത കേസിൽ അവർക്ക് ഇപ്പം ചില ഫോർ എക്സാമ്പിൾ ഇപ്പം വൈറ്റമിൻ ഡി ഒക്കെയാണ് കുറവെന്നുണ്ടെങ്കിൽ അവർക്ക് ബോൺസ് പെയിൻ വരും. അവർക്ക് നിൽക്കാനൊരു ബോഡിയിൽ ഒരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത കണക്ക് തോന്നും. അതൊക്കെ കൊണ്ടാണ് അവർ വൈറ്റമിൻസ് കഴിക്കുക. ഇപ്പൊ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
നമ്മൾ ഫുഡിൽ കഴിച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ക്യാപ്സ്യൂൾ വാങ്ങി കഴിക്കേണ്ടി വരും. ഓക്കെ, അത് ഈ ഓൾഡ് പീപ്പിളിന് മാത്രമല്ല, ഇപ്പൊ പ്രഗ്നന്റ് ലേഡീസ് വൈറ്റമിൻസ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം ബേബിക്കും പോണ്ടേ, അതുകൊണ്ട് ഫുഡിന് എത്ര എടുത്താലും അത് ആവില്ല. അതുകൊണ്ട് തന്നെ അവർ വൈറ്റമിൻസ് അല്ലാണ്ട് അതുപോലെ അയൺ ടാബ്ലറ്റ് സെപ്പറേറ്റ് എല്ലാം എടുക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇപ്പൊ നമുക്കും കുറവാണ്, മാമിന് വിറ്റമിൻ ഡി കുറവാണ്, മാം അഡീഷണൽ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആർക്കൊക്കെയാണോ ഈ പറഞ്ഞ വൈറ്റമിൻസ് മിനറൽസിന്റെ ഡെഫിഷ്യൻസി കുറവ്, നമ്മൾ ഫുഡ് കൊണ്ട് ബാലൻസ് ആയില്ലെങ്കിൽ വി ഷുഡ് ടേക്ക് ക്യാപ്സ്യൂൾസ് വിത്ത് ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടർ. Okay, yes dear. Okay, fine. I hope that is clear to everybody. Clear അല്ലേ? Okay അല്ലേ? ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. Okay. Now, we should avoid taking medicines or drugs unless prescribed by a doctor. Give reason. അതെന്തുകൊണ്ടാണ് നമുക്ക് തോന്നിയ പോലെ മരുന്ന് കഴിക്കാൻ പാടില്ലാത്ത? നമ്മൾ ഡോക്ടറിനെ പോയി കണ്ട് കറക്റ്റ് കൺസൾട്ടേഷനോട് കൂടി മാത്രമേ മെഡിസിൻസ് കഴിക്കാവുള്ളൂ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? എനിബഡി അറിയാവുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. യെസ് സൗരഭ്. Because we feel ill when നമുക്ക് unwanted. എന്താ നമ്മൾ തോന്നുന്നത് പോലെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ചാലുള്ള പ്രശ്നം എന്താ? We will have ആ faints. യെസ്, നമുക്ക് പിന്നെയും അതിന്റെ സൈഡ് എഫക്ട്സ് വരും. ഓക്കെ, ഫൈൻ. കിരൺമയി. Ma'am, when we eat medicines or drugs ourselves, we don't know the correct reason of the Very good. disease. We don't know the real reason for the disease. നമുക്കിപ്പോ പനി വരികയാണ്. പനി ഒരു ഡിസീസ് അല്ല, നമ്മുടെ ബോഡി കാണിക്കുന്ന ഒരു സിംറ്റമാ പനി എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ പോയി മരുന്ന് കഴിച്ചാൽ പനി അങ്ങ് അടക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാ പനി വന്നേന്നുള്ളത് മനസ്സിലാവില്ല, ഇല്ലേ? സോ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് മെയിൻ റീസൺ ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ ടു ടേക്ക് ദാറ്റ്. സി, നമ്മൾ റോങ് മെഡിസിൻസ് കഴിക്കാം, ഡ്രഗ്സ് മിസ്യൂസ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ വി ഡോണ്ട് നോ ദ എക്സാക്ട് റീസൺ. We don't know the exact reason. To see, we should avoid taking drugs or medicines unless prescribed by a doctor, because taking the wrong medicine can harm our body and cause side effects. See point including cause side effects. Misusing drugs can lead to drug addiction, which can seriously affect our health. Very, very important. Okay, le? Yes. എത്ര ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. എന്താ മാം പഠിക്കാൻ കുറച്ച്? യെസ് മാം, ആ ക്വസ്റ്റ്യനകത്ത് അപ്പൊ മെഡിസിൻ നമ്മള് ഡിസ്യൂസ് മീൻസ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അലർജീസ് ഒക്കെ അങ്ങനെ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ? യെസ്, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവും. അതുപോലെ മെഡിസിൻസ് എന്ന് പറയുന്നതും ഡ്രഗ്സാ. അതൊരു ക്വാണ്ടിറ്റിയിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഡ്രഗ്സ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന അതേ എഫക്റ്റ് ആയിരിക്കും നമുക്കും ചെയ്യാം. അതുകൊണ്ടാണ് കറക്റ്റ് പ്രപ്പോസിഷനിൽ കറക്റ്റ് ടൈമിൽ മാത്രമേ അത് എടുക്കാവുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. രാഹുൽ ആൻഡ് ഹിസ് ക്ലാസ്മേറ്റ്സ് ഈറ്റ് പൊട്ടറ്റോ ചിപ്സ് ആൻഡ് ബർഗേഴ്സ് റെഗുലർലി ആഫ്റ്റർ ഹാവിംഗ് ദെയർ ലഞ്ച് ഡ്യൂറിംഗ് റിസസ് അറ്റ് സ്കൂൾ. ആർ ദേ ഹെൽത്തി ഹാബിറ്റ്സ്? കൈലാസ്, അതൊരു ഹെൽത്തി ഹാബിറ്റ് ആണോ മോനെ? No. വൈ? അനസ് പറഞ്ഞോ, എന്തുകൊണ്ട് അത് ഹെൽത്തി ഹാബിറ്റ് അല്ലാത്ത അനസ്? ഞാൻ അതിന്റെ ഉത്തരം പറയാനല്ല, പിന്നെന്തു പറ്റി? നേരത്തെ ഉത്തരം പറഞ്ഞിട്ടില്ലേ, ആ കൊറേ മരുന്ന് ഉപയോഗിച്ചാ ഡ്രഗ്സ് ആവും. ആ അപ്പൊ അത് വീണ്ടും വീണ്ടും കുടിക്കേണ്ടി വരും, അപ്പോ വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ടി വരും ആ മെഡിസിൻസ്. ഡ്രഗ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നതേടാ നമ്മൾ മറ്റത് ഇല്ലീഗൽ ഡ്രഗ്സ്, അത് സബ്സ്റ്റൻസ്, അത് വേറെ. മരുന്നിലൂടെ നമുക്ക് കിട്ടുന്നത് ഓവർഡോസ് ആവുമ്പോൾ നമ്മുടെ ബോഡിക്ക് പ്രശ്നമാവും. ഹാർട്ട് ബീറ്റ് കുറയും, നമ്മുടെ ഓൾറെഡി നോർമൽ ആയിട്ടുള്ള ബോഡി ആക്ടിവിറ്റീസ് കുറയാണ് ചെയ്യാം. ഓക്കെ, യെസ് ഹിരൺമയി, വൈ? Ma'am, so potato chips contain so much oil. വെരി ഗുഡ്. ഓയിൽ മാത്രമല്ല സോൾട്ടും കൂടുതലാണ്, ഇല്ലേ? സോൾട്ട്, സാച്ചുറേറ്റഡ് ഫോൾസ്, പ്രോസസ്ഡ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ഡിയർ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് എന്തല്ല, ഒട്ടും അഡ്വൈസബിൾ അല്ല, ഇല്ലേ? See, it contain high in fat, high in sugar, high in salt, and they lack necessary nutrients. പ്രത്യേകിച്ച് ഒരു ന്യൂട്രിയൻസും അതിലില്ല പൊട്ടറ്റോ ചിപ്സിലൊന്നും, ഇല്ലേ? Adolescents required. See, the consumption of balanced diet. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, എന്തൊക്കെ കഴിക്കണം എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തോണം. ഓക്കെ, ഒരു 5 minutes മാം ടൈം തരാം, പെട്ടെന്ന് പഠിച്ചോ. Then you have to close all your notebooks, textbook, everything. We will start our exam.
ഓക്കെ, പെട്ടെന്നാവട്ടെ. യെസ്മില. Ma'am, I'm gonna go outside, so I don't think I'll be able to write the written exam. So can I write it later in a paper and then send it? That is fine, dear, but you have to get the permission from your class teacher. Please do get it from her and let me know. Then you may leave the session. Okay, ma'am. Okay, da. യെസ്, അതേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഡേ 1 തൊട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ക്യുക്ക് റീക്യാപ്പ് എടുത്തോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് അവർ എക്സാംസ്. ക്വസ്റ്റ്യൻസിൽ ഒന്നും ഒരു ഡൗട്ടും ചോദിക്കേണ്ട. ഫിഗർ ഇറ്റ് ഓൺ യുവർ ഓൺ. എല്ലാ ക്വസ്റ്റ്യൻസും ഈസിയാണ്. സ്വന്തമായിട്ട് ആലോചിച്ച് കറക്റ്റ് ആൻസർ എഴുതാം. മാമിനോട് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത ഡൗട്ട് ചോദിക്കേണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതാം. നീറ്റ് ആയിട്ട് എഴുതണം. എവ്രിബഡി ഷുഡ് റൈറ്റ് യുവർ ആൻസേഴ്സ് നീറ്റ്ലി. മാം തന്നെ ആയിരിക്കും പേപ്പർ കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്യുമ്പോൾ മാമിന് കറക്റ്റ് റിമാർക്സ് പറയണം എന്നുണ്ടെങ്കിൽ മാമിന് അത് വാലുവേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നീറ്റ് ആയിട്ട് ഫോട്ടോ യു ക്യാൻ സീക്ക് ദ ഹെൽപ്പ് ഫ്രം യുവർ പാരന്റ്സ്. പാരന്റ്സിനോട് പറഞ്ഞ് ക്ലിയർ ഫോട്ടോഗ്രാഫ്സ് മാത്രം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് വെരി വെരി മാൻഡേറ്ററി. നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ റോങ് ആണെങ്കിൽ മാം മാർക്സ് തരില്ല. യെസ് ഹിരൺമയി. മാം ഏതിൽ അപ്ലോഡ് ചെയ്യണ്ടേ? മാം ഇതിപ്പോ ഓൺ ആക്കട്ടെ. നമ്മൾ നോർമൽ ERP എക്സാംസ് എഴുതില്ലേ, അവിടെ തന്നെയാണ് മാം എക്സാം ഓൺ ആക്കാൻ പോണത്. അവിടെ തന്നെ ആൻസർ പേപ്പറിൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, യെസ് യെസ് ഇഷാനി ചോദിച്ചോളൂ. മാം എനിക്ക് എന്താ പറയാ, എന്റെ ലാപ്ടോപ്പ് ആണ്, പിന്നെ എന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അപ്പൊ ഞാൻ എങ്ങനെ അപ്ലോഡ് ചെയ്യാം? ഓക്കെ മോളെ, അച്ഛനമ്മ ഇപ്പൊ വരും. എനിക്കറിയില്ല, ചിലപ്പോ ഒരു 8 മണിയൊക്കെ ആവും, 8:30 ഓക്കെ, അപ്പൊ മാം ഒരു 8:30 വരെ ലിങ്ക് ഓപ്പൺ ആക്കി തന്നെ വെച്ചേക്കാം. 8:30ക്കുള്ളിൽ അപ്ലോഡ് ചെയ്താൽ മതി. ആ യെസ് യു മേ. ബ്രേക്ക് എടുക്കേണ്ടവർ പെട്ടെന്ന് ഒരു ക്യൂബ് ബ്രേക്ക് എടുത്തിട്ട് വന്നോളൂ. വി വിൽ സ്റ്റാർട്ട് അവർ എക്സാം ഇൻ 2 minutes. ഓക്കെ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടവർ പാരന്റ്സിനോട് ചോദിച്ച് ക്ലിയർ ഫോട്ടോഗ്രാഫ്സ് മാത്രം അപ്ലോഡ് ചെയ്യുക. സ്കൂളിൽ എന്ത് എക്സാംസ് എഴുതുമ്പോഴുള്ള സീരിയസ്നെസ് തന്നെ നമ്മുടെ എക്സാം എഴുതുമ്പോഴും വേണം. നെയിം അതൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതുന്നതും തെറ്റില്ല. നീറ്റ് ആയിട്ട് കറക്റ്റ് മാർജിന്റെ ഇപ്പുറത്ത് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ, സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, എങ്കിലേ മാമിന് അത് ക്ലിയർ ആയിട്ട് വാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിമാർക്സ് പറയാൻ പറ്റുള്ളൂ. സോ ഐ റിക്വസ്റ്റ് എവ്രിബഡി ടു റൈറ്റ് നീറ്റ്ലി. പിന്നെ MCQs എഴുതുമ്പോൾ ഓപ്ഷൻസ് മാത്രമല്ല, ഓപ്ഷൻ വിത്ത് ആൻസർ. അസേർഷൻ എഴുതിയാലും അങ്ങനെ. ഇവിടെ മാത്രമല്ല, സ്കൂളിലും whenever you are writing an exam, if there is an MCQ question, write the option plus the answer. അല്ലാണ്ട് A, B അങ്ങനെ എഴുതി വെക്കരുത്. ഓപ്ഷൻ എഴുതുക പ്ലസ് ആൻസറും എഴുതുക. ഓക്കെ, യെസ്, എല്ലാവരും റെഡി ആണോ? നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് എല്ലാം അടച്ചു വെച്ചോ. ഇനി മാമിന് വേറൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നുപോയിട്ട് നിങ്ങൾക്ക് അത് നോക്കാനുള്ള ടെൻഡൻസി വരും. ചെയ്യരുത്, തനിയെ എഴുതുക. എങ്കിലും നമുക്ക് നമ്മൾ എന്തോരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ബൈ യുവർ ഓൺ. ഓക്കെ, എത്ര മാർക്ക് ലോ ആണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിച്ച മാർക്ക് ആയിരിക്കണം, എങ്കിലേ നമുക്കത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഐ റിക്വസ്റ്റ് എവ്രിബഡി ടു ബി അവെയർ ഓഫ് ദാറ്റ്. യെസ് യെസ് അനസ് ചോദിച്ചോളൂ. വൈ ഏസ എന്താണ് ക്യാമറ ഓഫ് ചെയ്യുന്നത്? മാം യെസ്, വൃത്തിക്ക് വായിക്കാൻ അറിയാം. അതെന്ത് പറ്റി? പാരന്റ്സ് ഉണ്ടെങ്കിൽ പാരന്റ്സിനോട് ഹെൽപ്പ് ചോദിച്ചോളൂ കേട്ടോ. പാരന്റ്സ് ഇല്ല, എല്ലാരും പുറത്താണ്. ആ ഓക്കെ, മോൻ പറ്റുന്ന കണക്ക് അറ്റൻഡ് ചെയ്തോളൂ. ബാക്കി മാം ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞേക്കാം. യെസ്, എന്താണ്? എക്സാം ഏതിലാണോ? എക്സാം നമ്മുടെ ഓക്കേടാ. എക്സാംസ് നമ്മുടെ നോർമൽ ERP എക്സാംസ് മാം ഇപ്പൊ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അവിടെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടാവും. ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ അല്ലേ? വേറെ ഒരു നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഒന്നും അടുത്തുണ്ടാവരുത്. പാരന്റ്സ് ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. കുട്ടികൾ കറക്റ്റ് ആയിട്ടാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ ഉറപ്പ് വരുത്തിക്കോണം കേട്ടോ. ഓക്കെ, യെസ്, സോ ഐ റിക്വസ്റ്റ് ക്യാമറ കറക്റ്റ് ഫിക്സ് ചെയ്ത് സ്റ്റഡി ആയിട്ടിരിക്കണം. ബാൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾ ചെയ്യും എന്നല്ല മാം പറയുന്നത്, ചെയ്താൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാർക്ക് എത്ര വേണോ കുറഞ്ഞോട്ടെ, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മാം ഇപ്പൊ എക്സാം ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണേ. ഓക്കെ, യുവർ എക്സാംസ് ആർ ആക്റ്റീവ് നൗ. സൗരവ് മോനെ എക്സാം കിട്ടിയോന്നൊന്ന് പറയാമോ?
Yes, teacher. യെസ് മാം ഓക്കെ. എനിക്ക് എക്സാം കിട്ടിയില്ല. റീഫ്രഷ് ചെയ്ത് നോക്കൂ. റീഫ്രഷ് ചെയ്തിട്ടും എക്സാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് കോൺടാക്ട് യുവർ ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറിനെ കോൺടാക്ട് ചെയ്തോളൂ. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? ഹാദിയ, ചേതന, ഫാത്തിമ എക്സാംസ് കിട്ടിയോ? ഓക്കെ ഫൈൻ. സോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. കറക്റ്റ് ആൻസേഴ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി. റൈറ്റ് ദ ആൻസേഴ്സ് only but make sure the question numbers are correct. ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് ഒരു ഡൗട്ടും ചോദിക്കണ്ട. യെസ് ഡിയർ. മാം ആൻസർ നോട്ട്ബുക്കിലാണ്. എന്താണ് ഈ ആൻസർ നോട്ട്ബുക്കിലാണ്. ഈ ആൻസേഴ്സ് ഒക്കെ മാമിന് മനസ്സിലായില്ല? നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോ, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. യെസ് ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. മാം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? എവിടെയും നോക്കി എഴുതരുത്. കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്യാം. യാ ഓക്കെ, ടേക്ക് യുവർ ടൈം. ഇഷാനി മോളെ ഹാൻഡ് ഡൗൺ ചെയ്തോടാം. മാം ക്വസ്റ്റ്യൻ എഴുതണോ? മാം ക്വസ്റ്റ്യൻ എഴുതണോ? No need to write the question, dear. Correct question Okay. number plus ഓപ്ഷനും ആൻസറും എഴുതണം.
ദേവദർശൻ മോൻ എക്സാം എഴുതാൻ ഓക്കെ ആണോ? പാടായിരിക്കില്ലേ? ദേവദർശൻ എസ് നായർ എക്സാം എഴുതുന്നുണ്ടോ? ഓക്കെ. എഴുതുന്നുണ്ട്. ഓക്കെ മാം. കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഓക്കെ മാം, അതാ ചെക്ക് ചെയ്തത്. ഓക്കെ ഫൈൻ. മാക്സിമം അറിയാവുന്ന പറ്റുന്ന പോലെ കുട്ടി എഴുതുന്നുണ്ട്. എഴുതട്ടെ. ഓക്കെ മാം. ഇന്നലെയൊക്കെ നമ്മൾ ഫുൾ ചാപ്റ്റർ റീക്യാപ്പ് ചെയ്തിരുന്നു. ഇപ്പൊ കുട്ടി ഓർമ്മയുള്ളത് എഴുതട്ടെ. ഓക്കെ ദേവദർശൻ എഴുതിക്കോളൂ ഡിയർ, എഴുതിക്കോളൂ. ക്യാമറ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. യെസ് ഡിയർ. ഫുഡ് ഐറ്റംസ് എത്ര എഴുതണം? 6ാമത്തെ ക്വസ്റ്റ്യന്റെ. ഒരു മിനിറ്റ്. 6th ക്വസ്റ്റ്യൻ 2 മാർക്ക് അല്ലേ? ഇനി 2 to 3.
മാം കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിൽ അതിനകത്ത് ഉള്ളതല്ലേ നമ്മൾ എഴുതണ്ടേ, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ. ഒരു മീൻസ് ആ മിനിറ്റ് മോളെ, പാരഗ്രാഫിലുള്ളത്. ഒരു മിനിറ്റ് മാം ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ അല്ലേ ചോദിച്ചേ? ആ ലാസ്റ്റത്തെ. യെസ് ഡിയർ, അതിലെ ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രം, ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാത്രം എഴുതുക. അല്ല, പാരഗ്രാഫിലുള്ള നോക്കിയല്ലേ എഴുതണ്ടേ നമ്മള്. പാരഗ്രാഫിലുള്ളതാ, ഓക്കെ, പാരഗ്രാഫിലുള്ളത് എഴുതാം. മോള് കറക്റ്റ് ആൻസർ എഴുതുകയാണെങ്കിൽ അതിലും നമുക്ക് മാർക്ക് കിട്ടും. ആ ഓക്കെ മാം. യാ ഓക്കേടാ. യാ ദാറ്റ്സ് അപ് ടു യു ഡാ. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് ഇട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് അത് മിസ്മാച്ച് ചെയ്ത് എഴുതിയെന്ന് തെറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിരിക്കണം. യാ യാ ഫൈൻ ഐസ. മാം സബ്മിറ്റ് ചെയ്ത ലീവ് ചെയ്തോട്ടെ? സബ്മിറ്റ് ചെയ്തോ? സബ്മിറ്റ് ചെയ്തവർക്ക് ലീവ് ആവാം. ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാമിനോട് ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ലീവ് ആവാം. ഓക്കെ ടീച്ചർ. ഓക്കേടാ. Ma'am, for the 10th question, the mark is like 1 into 5 marks, right? So the total Made it. mark, so the total marks is 5 marks, right?
But there are Yes, only dear. 3 questions. Actually, for second question, it's 2 mark. Third question is also 2 mark. Okay, ma'am. Yeah. Thank you. Almost complete ചെയ്യാറായോ എല്ലാരും? Ma'am, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തവര് ജസ്റ്റ് കമന്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ക്ലാസ്സിൽ നിന്ന് ലീവ് ആയിക്കോളൂ. ഓക്കെ. മൂന്ന് പേരാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ ആൻസേഴ്സും വായിക്കാൻ പറ്റത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യണേ. ഇതിനകത്ത് ഇപ്പൊ അപ്ലോഡ് ചെയ്ത ചിലരുടെ മാർജിൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഫുൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അത് ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ബാക്കി ആ ടേബിളിനകത്തുള്ള എല്ലാ സാധനങ്ങളും അതിൽ വരുന്നുണ്ട്. സോ ബെറ്റർ അത് ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ മാമിന് അത് കറക്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മാം, യെസ്, ഞാൻ ലീവായിട്ട് അപ്ലോഡ് ചെയ്യട്ടെ. ഓക്കെ, ഫൈൻ. എന്റെ പേപ്പറിൽ ചെറുതല്ല വലിയ വലിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവേ. മാം നോക്കാം, നോക്കിയിട്ട് പറയാം. I'm Okay. finished. Can I Yes, then you may leave the session. Yes, yes. Those who have completed may leave the session. I did not അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് ലീവ് ആയിക്കോളൂ. okay. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞവര് ലീവ് ആയിട്ട് അപ്ലോഡ് ചെയ്തോളൂ. കറക്റ്റ് ഒരു 8:30 വരെ ആയിരിക്കും മാം ടൈം കൊടുക്കുക. അതായത് അപ്ലോഡ് ചെയ്യാനേ നിങ്ങൾ 10 മിനിറ്റ്സിനുള്ളിൽ വൈൻഡ് അപ്പ് ചെയ്തോണം. എന്നിട്ട് കറക്റ്റ് ഒരു 8:10-15 എന്ത് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാം. I'm finished. Yes, then you may leave the session and upload it, dear. ടീച്ചർ എക്സാം എഴുതി കഴിഞ്ഞു. Then you may leave the session, dear. Upload ചെയ്തോ? അപ്ലോഡ് ചെയ്തു. Then you may leave the session. മാം, Yes. 10th ബി ക്വസ്റ്റ്യൻ എത്ര എണ്ണം ചെയ്യണം? എന്തൊക്കെ 2 മാർക്കാണ്. 2 മാർക്കിന് not less than 4 points. മാം സബ്മിറ്റ് ചെയ്തു. Then you may leave the session, dear. ഓക്കെ. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസ്സിന്റെ വൈൻഡ് അപ്പ് ടൈം ആയി വരുന്നുണ്ട്. കറക്റ്റ് 8 o'clock ആകുമ്പോൾ മാം മീറ്റിംഗ് എൻഡ് ചെയ്യും. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 10 മിനിറ്റ്സിനുള്ളിൽ അപ്ലോഡ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ 5 മിനിറ്റ്സ് ടൈം ഉണ്ട്, എഴുതിക്കോളൂ. Ma'am, Yes, dear. ma'am, I finished and submitted. Can I leave? Yes, you may leave the session, dear. Bye, ma'am. Bye, good night. Ma'am, can I leave the section?
Yes, you may leave the session, dear. Complete ചെയ്തില്ലേ? ആ Okay. മാം ഒന്ന് 9 o'clock വരെ വെക്കാൻ പറ്റുമോ? കേട്ടില്ലടാ. ഈ ലിങ്ക് എൻഡ് ചെയ്യണ ഒരു ടൈം 9 o'clock വരെ വെക്കാൻ പറ്റുമോ? കാരണം അവര് വരെ ഇച്ചിരി ലേറ്റ് ആവും തോന്നുന്നു. ആണോ? ഓക്കെ. ഇൻ കേസ് മാം അത് ഡീആക്ടിവേറ്റ് ചെയ്താൽ ജസ്റ്റ് ക്ലാസ് ടീച്ചറിനോട് ഇൻഫോം ചെയ്താൽ മതി. മാം അത് റീആക്ടിവേറ്റ് ചെയ്തേക്കാം. Okay. Ma'am, I finished and submitted my exam, so can I leave? Yes, you may leave the session. Bye, ma'am. Bye. മാം Yes. മാം ഞാൻ നേരത്തെ ലീവ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഞാൻ Submit ചെയ്തോ? സബ്മിറ്റ് ചെയ്തേ. Okay. Okay, then you may leave the session, dear. എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷെ Yes, you. അപ്ലോഡ് ചെയ്യുള്ളൂ. എന്ത് പറ്റി? അപ്ലോഡ് ചെയ്യുള്ളൂ. മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലേ? അതിന്റെ താഴെ തന്നെ സ്റ്റുഡന്റ് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ മാം. അവിടെ തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. എന്നിട്ട് അവിടെ മോള് ഫോട്ടോഗ്രാഫ് എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്ലോഡ് PDF അങ്ങനത്തെ അപ്ലോഡ് അത് തന്നെ. അതിൽ മോള് ആൻസേഴ്സ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ വൈൻഡ് അപ്പ് ടൈം ആയി. നിങ്ങൾ എന്ത് ചെയ്തോ? ക്ലാസ് ലീവ് ചെയ്തിട്ട് എന്ത് ചെയ്തോ? അപ്ലോഡ് ചെയ്തോളൂ. എവ്രിബഡി യു മേ ലീവ് ദ സെഷൻ ആൻഡ് ദെൻ യു ക്യാൻ അപ്ലോഡ് ഇറ്റ് വിത്തിൻ 10 minutes. 10 minutes കൊണ്ട് എല്ലാവരും അപ്ലോഡ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ എവ്രിബഡി മേ ലീവ് ദ സെഷൻ. ലീവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. മാം അത് കുറച്ച് നേരത്തേക്ക് കൂടെ ആക്റ്റീവ് ആക്കി വെച്ചേക്കാം. ഓക്കെ. യെസ്, എവ്രിബഡി മേ ലീവ് ദ സെഷൻ. യെസ്, ലീവ് ചെയ്തോളൂ. Ma'am, finish. Yes, you may leave the session. Okay, others also may leave the session. Make sure you have uploaded it. Okay, Leona will leave it. Saidan, are you writing, dear? Saidan, yes. Are you writing? Bye, ma'am. Bye, bye. Yes. Saidan, are you writing, dear? Yes, Leona? 8:30 വരെ വെക്കോ? അമ്മ അറിയത്തില്ല. Yes. Ma'am, activate ചെയ്തേക്കാം. Yeah. Ma'am, bye, ma'am. Bye, da. Yes. Saidan, are you there? Okay. So that's all for today. This is bye from 9.